എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ ചമയ പ്രദർശനത്തിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ അതിന് നമ്മൾ ക്യൂ നിൽക്കുന്നതാണ് കേട്ടോ. ഞങ്ങൾ ചെല്ലുന്ന നേരത്തെ അധികം വരിയൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് വരി ഉണ്ടായിരുന്നുള്ളൂ. അതിന് ശേഷമുള്ള നമ്മുടെ അവിടുത്തെ കാഴ്ചകളാണ്. അപ്പോൾ അധികം നേരമൊന്നും അതിൻ്റെ ഉള്ളിൽ നിൽക്കാൻ സമ്മതിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇങ്ങനെ തിരക്കി ഇങ്ങനെ പെട്ടെന്ന് അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളുടെ പുറകെ വൈകിട്ട് വന്നവർക്ക് അത്രയും കൂടി കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഞങ്ങളുള്ളപ്പോൾ തന്നെ വേഗം ഇത്രയും കുറവ് തിരക്കിൽ ഓടിച്ചു വിടുമായിരുന്നു. പിന്നെ സെൻറ്റ് മേരീസിൻ്റെ വഴി വന്ന് സെൻറ്റ് തോമസ് കോളേജ് വരെ രാത്രി വരിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇങ്ങനെ ഒരു ചമയ പ്രദർശനം കാണാൻ പോയത് തന്നെ നമ്മുടെ ഒരു അപ്പം അങ്ങനെ നമ്മൾ ചമയ പ്രദർശനം ഇവിടെ വലിയ കാര്യത്തിലുള്ള നല്ല കുടകളൊന്നും ഉണ്ടായിരുന്നില്ല. ആ ചെണ്ടക്കൊട ഉണ്ടായിരുന്നു കേട്ടോ, കുട്ടി ചെണ്ടക്കൊട്ടായിരിക്കണത്. അതിവിടെ എവിടെയോ ഞാൻ കണ്ടായിരുന്നു. പക്ഷെ അത് കൊടയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാനും വിചാരിച്ചത്. പക്ഷെ അത് പിന്നെ ഇതായപ്പോഴാണ് ചെണ്ട കൊട്ടുന്ന ആ ഒരു ഇത് കുടയായിട്ട് കണ്ടത്. അത് മാത്രമാണ് ഒരു ഇതായിട്ട് ഉണ്ടായിരുന്നത്. ബാക്കിയെല്ലാം നോർമൽ കുടകൾ പോലെ തന്നെയാണ് തോന്നിയത്. വെറൈറ്റീസ് ഒന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ മുകളിലൊരു കാളിയുടെ കുട വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം ഓരോ വെറൈറ്റി കുടസ് എല്ലാം ഓരോന്ന്, ബാക്കിയെല്ലാം ഇങ്ങനെ വെറൈറ്റി കൊടാസ് അന്നത് തോന്നിപ്പിക്കാത്ത വിധത്തിലാണ് അത് വെച്ചിരിക്കുന്നത്. അപ്പം അത് വെറും ഒരു ഫ്ലെക്സ് ആയിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതായിട്ട് പോസ്റ്റ് പോലെ എടുക്കണം. ഇതെന്തായാലും ഒരു അതുല്യ കലാകാരൻ നിർമ്മിച്ച ഒരു കലാസൃഷ്ടിയാണ് മിനിയേച്ചർ തൃശ്ശൂർ. സൂപ്പറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ കണ്ടില്ലേ, ആ മുക്കില് 4 ഒരു കൊട വെച്ചിരിക്കുന്നതാണ് നമ്മുടെ ഒരു വെറൈറ്റി കൊട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ. ബാക്കിയൊക്കെ നമ്മൾ ഇങ്ങനെ നോർമൽ കൊട എന്ന് പറഞ്ഞാൽ ഡിസൈനിൽ എല്ലാ കൊല്ലം വ്യത്യാസമൊക്കെ ഉണ്ടാവും. പക്ഷെ അതല്ല, നമ്മളിതൊക്കെ ഒരു സ്പെഷ്യൽ കൊട എന്നുള്ളതിൽ കൂട്ടാൻ പറ്റില്ലല്ലോ. നമ്മളിതൊക്കെ സാധാ കൊടകളായിട്ടല്ലേ കണക്ക് കൂട്ടുക, കാരണം വെറൈറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനത്തെ ഓരോന്നാണല്ലോ. അപ്പം നമ്മൾ പതിവ് പോലെ തന്നെ പാറമേക്കാവിൻ്റെ ചമയം മാത്രമേ കാണാറുള്ളൂ. തിരുവമ്പാടിയുടെ ചമയം കണ്ടതായിട്ടൊരു ഓർമ്മയിലേ ഇല്ല എൻ്റെ കേട്ടോ. അപ്പം ഇങ്ങനെ ഓരോ ആനകളും അവിടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഫിറ്റ്നസ്സിനായിട്ട്. അപ്പം ആ കാഴ്ചകളും അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ പാറമേക്കാവിൻ്റെ പുറകിലായിട്ട് ആനകളെ കെട്ടിയിട്ടുണ്ട്. അവിടെ പോയി എല്ലാ ആനകളെയും കണ്ടു. എല്ലാം എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഭൂരിഭാഗം ആനകളെയൊക്കെ അവിടെ വന്നവരൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഫിറ്റ്നസ് ഒക്കെ എടുത്ത് ലാസ്റ്റത്തെ ആനയും വന്ന് ഫിറ്റ്നസ് എടുത്തിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത്. ഇതാരാന്നറിയോ? നമ്മുടെ ചെക്കനാണ്. നമ്മുടെ ചെക്കൻ്റെ ഒരു എൻട്രി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ ചെക്കൻ വന്നിട്ടില്ല എന്ന് നമുക്ക് അറിയേണ്ടിയിരുന്നില്ല. പെട്ടെന്ന് അവൻ്റെ മുന്നിൽ വന്ന് പെട്ടിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോകാൻ നിൽക്കുമ്പോഴാണ് ചെക്കൻ്റെ വരവ്. പിന്നെ ഉണ്ടല്ലോ, ചെക്കൻ വരുമ്പോൾ ഒരു കൂസലും ഇല്ലാണ്ടാവും. എൻ്റെ നോക്കി ഇങ്ങനെ നിൽക്കുക. ഭാഗ്യത്തിന് ചടേണ്ടേന്ന് ചീത്ത കേട്ടില്ല കേട്ടോ. കാരണം ഞങ്ങൾ മാറണില്ല, ഞങ്ങൾക്കത് ദാസനാണ്, അവൻ തട്ടിക്കളയുന്നുള്ളൊരു ചിന്തയില്ലാണ്ട് വഴിയിൽ എല്ലാവരും മാറിയപ്പോൾ ഞാനും ഉണ്ണിയോട്ടും അമ്മയും മാത്രം ഇങ്ങനെ നിൽക്കുക. ഞങ്ങളുടെ ആ ഒരു പെട്ടെന്ന് അവനെ കണ്ടപ്പോൾ ഞങ്ങളുടെ മൈൻഡേ വിട്ടുപോയിട്ടാ. അവൻ വന്നിട്ടുണ്ടാവും, അവൻ നേരെ വൈകിയ വരികയെന്നറിയാം, എന്നാലും അവിടെ അടുത്താണല്ലോ. കൂടെ വൈകിയാവും വരിക എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പിന്നെ ഇങ്ങനെ നടക്കുമ്പോഴാണ് നമ്മൾ നമ്മുടെ കളക്ടർ സാറിനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഫോട്ടോയ്ക്ക് എടുത്തായിരുന്നു. പിന്നെ സന്നിധാനന്ദനെ കണ്ടു. അപ്പം ഞാൻ സംസാരിച്ചായിരുന്നു. എല്ലാ തവണയും നമ്മൾ ഭരണിക്ക് കാണുന്നതാണ്. അപ്പോൾ പ്രോഗ്രാം ഉണ്ടായിരുന്നു. എന്നെ കാണുമ്പോഴും ഇപ്പോൾ എവിടെ കണ്ടാലും സന്നിധാനന്ദൻ ഐഡൻറ്റിഫൈ ചെയ്യാറുണ്ട്. പിന്നെ നമ്മുടെ ഒരു സ്വഭാവമാണ് എവിടെ ആരുടെ കൂടെ പോയാലും ഫോട്ടോ എടുക്കുക എന്നുള്ളത് കേട്ടോ. അത് ഞങ്ങളുടെ ഒരു മെമ്മറി കീപ്പ് ചെയ്യാനോ അങ്ങനെ ആ ഒരു ഇതിലാണ്. എവിടെ പോയാലും ആരെ കണ്ടാലും ഒരു സ്പെഷ്യലായിട്ടുള്ള ഗസ്റ്റോ ആരെങ്കിലും ആണെങ്കിൽ അവരുടെ കൂടെ ഒരു ഫോട്ടോ എടുക്കുക എന്നുള്ളത്. സന്നിധാനന്ദൻ്റെ കൂടെ ഫോട്ടോ എടുത്തില്ല കേട്ടോ. അതല്ല, ഞാൻ പൊതുവേ നമ്മുടെ ആ ഒരു ഇത് പറഞ്ഞതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു എന്താ പറയുക, സ്റ്റാറ്റസും സ്റ്റോറിയൊക്കെ കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അതൊരു ആനയായിക്കോട്ടെ, ഒരു എന്ത് ചെറിയ സാധനം ആയിക്കോട്ടെ, അത് നമ്മളെന്നും മെമ്മറിയിൽ സൂക്ഷിക്കാൻ, നമുക്കത് ഓർക്കാനായിട്ടുള്ള ഒരു ഓർമ്മകളായിട്ടാണ് നമ്മളെപ്പോഴും ഫോട്ടോയും സെൽഫിയൊക്കെ എടുക്കുന്നത്. ഈ സെൽഫി ഇല്ലാത്ത കാലത്ത് ഫോൺ തിരിച്ചു പിടിച്ച് സെൽഫി എടുത്തിട്ടുള്ള ആളാണ് ഞാൻ. അന്ന് സെൽഫീസ് ഒന്നും ഇല്ല. അങ്ങനെയുള്ളൊരു കാലത്ത് നമ്മൾ +2 പഠിക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് ഒരു ഫോണൊക്കെ കയ്യിൽ കിട്ടുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോഴാണ് തടത്താവിള ആനക്കുട്ടീനെ അവിടെ കൊണ്ടുവന്ന് ഇറക്കണത് കേട്ടോ. പിന്നെ ഇപ്പം തന്നെ കണ്ടത് തിരുവമ്പാടിയുടെ ഫിറ്റ്നസ് ചെക്കിങ്ങിൻ്റെ അവിടെ ആയിരുന്നു. ആനകൾ ചെക്കിങ് കഴിഞ്ഞിട്ട് അങ്ങനെ അവിടെ കുറച്ച് നേരം നിന്നിട്ടൊക്കെയാണ് പോയിട്ടുണ്ടായിരുന്നത്.
പിന്നെ നമ്മൾ ഷോർട്സൊക്കെ ആയിട്ട് മച്ചാട് ആന വരുന്നതും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഇന്നൊരു ആനയെ തന്നെ ഫോക്കസ് ചെയ്ത് നിൽക്കുന്നവരല്ല, നിൽക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ദാസനും രാമനൊക്കെ ആയിരിക്കും. അവരെയാണ് നമുക്ക് കൂടുതൽ ഇഷ്ടം. അത് വിചാരിച്ചിട്ട് വേറെ ആനകളുടെ വീഡിയോസ് എടുക്കാതിരിക്കോ ഇടാതിരിക്കോ ഒന്നും ചെയ്യില്ല. കേട്ടോ. അവരെയും എടുക്കും. നമ്മളുടെ ഇഷ്ടവും സ്നേഹവും ഏറ്റവും കൂടുതൽ അവരോടാണ്. അതിന് ഇനിയൊരു മാറ്റം ഉണ്ടാവില്ല. അതിലപ്പുറത്തേക്ക് ഏത് ആന നമ്മുടെ അടുത്ത് വന്നാലും. അപ്പം അങ്ങനെ തടത്താവള ആന വന്നിട്ട് ഇറങ്ങി ഇതാ അമ്പലത്തിൻ്റെ അവിടേക്ക് ഫിറ്റ്നസ്സിനൊക്കെ ആയിട്ട് പോകാൻ തോന്നുന്നുണ്ട്. അപ്പോൾ ഇതാ കണ്ടോ, ഇതാണ് നമ്മുടെ ഒരു ചമയം കാണാനുള്ള വഴിയാണ് കേട്ടോ. കണ്ടോ, സെൻറ് മേരീസിൻ്റെ സൈഡിൽ കൂടെ അവിടേക്ക് ഇറങ്ങി അറ്റം വരെ വരി. അതെ, ഒരു സമയം 11 മണി 11:24 ആ ഒരു ടൈമിലാണ്. സമയത്തൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഒരു ജാതിമത ഭേദമില്ലാതെയാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഓൾറെഡി നമ്മളിവിടെ ഓരോന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ കലപിലായതുകൊണ്ടാണ് വോയിസ് ഡബിൽ ഒന്നും കൂടെ വ്യക്തമായി പറയുന്നത് കേട്ടോ. അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഹോട്ടലുകളിലൊന്നും ഫുഡ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് കഴിക്കാൻ പറ്റാത്ത അത്രയും തിരക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടേക്ക് കയറാനേ പറ്റില്ല, ഷട്ടർ ഇട്ടിരിക്കണോ, അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ പക്ഷെ എല്ലാ കൊല്ലവും നമ്മൾ ആ തിക്കുന്നിരിക്കലിൽ നിന്നിട്ട് രാധാകൃഷ്ണൻ വെജ് ബിരിയാണി അല്ലെങ്കിൽ മസാല ദോശയൊക്കെ കഴിക്കാറുണ്ട്. പക്ഷെ ഇപ്രാവശ്യം നമ്മൾ ആ ഭാഗത്തേക്ക് പോയേ ഇല്ല. ഇപ്രാവശ്യം നമ്മുടെ പൂരം കൂടെ കുറച്ചൊരു കമ്മിയായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ ഒരു ഫാമിലിയുടെ അടുത്ത് പോയി അവിടെ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ അവരാണ് കേട്ടോ, ഇത്രയും സ്നേഹത്തിലുള്ള ഒരു ആൾക്കാരെ നമ്മളെ ആദ്യമായിട്ടാണ് അവർ കാണുന്നത്. അപ്പോൾ ഇത്രയും സ്നേഹമുള്ള ഒരു ഫാമിലീനെ നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. അതായത് നമ്മളെ ആദ്യമായിട്ട് കാണുന്നു, നമ്മളെ ഒരു പരിചയമില്ല. എന്നാലും ചിലർക്കൊരു ദേഷ്യം ഉണ്ടാവും, ഇവരും ഇങ്ങനെ വന്നു പോരായിട്ട്. പക്ഷെ അവർക്ക് അങ്ങനെ ഒരു ഇതൊന്നും ഇല്ലാത്തൊരു അടിപൊളി ഫാമിലി ആയിരുന്നു. പിന്നെ ഞങ്ങൾ തിരിച്ച് കാറിൽ പോകുമ്പോൾ ഒരാൾ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അപ്പം ഇനി നമ്മുടെ അടുത്ത ദിവസത്തെ വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അതുവരെയ്ക്കും ബൈ.